solutions. നമ്മൾ പത്താമത്തെ അസൈൻമെൻറ്റ് തന്നതിന് ഒരു ഡിസ്കഷനാണ്, അതിൻ്റെ സൊല്യൂഷൻസ് ഒന്ന് പറയുകയാണ്. നമ്മൾ പത്താമത്തെ അസൈൻമെൻറ്റ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആയിരുന്നു. അപ്പം ഓഡ് ഓർ ഈവൻ യൂസിങ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ചെയ്തു, പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്തു. ഓഡ് ഓർ ഈവൻ എന്നാണ് ഞാൻ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്, പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പേരിൽ ഇടയ്ക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല. ഇനി സ്പേസ് ഓഡ് ഓർ ഈവൻ തന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു അണ്ടർസ്കോർ ഇട്ട് ജോയിൻ ചെയ്യുക. അതല്ല എങ്കിൽ ഇത് ഒരുമിച്ച് എഴുതുക, ഓഡ് ഓർ ഈവൻ എന്നുള്ളത്. ഓക്കെ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇനി മെയിനിൽ ഞാൻ നമ്പർ റീഡ് ചെയ്തു, ഓഡ് ഓർ ഈവൻ ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു, നമ്പറിനെ ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ അതേ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ അതേപോലത്തെ ഹെഡർ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നോക്കിക്കൊള്ളുക. പിന്നെ ഇവിടെ ഞാൻ ഓഡാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്പർ ഡിവൈഡ് ബൈ 2 ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈവൻ നമ്പർ ആണോ എന്നുള്ളതും ഓഡ് നമ്പർ ആണോ എന്നുള്ളതും കണ്ടുപിടിക്കുന്നു. ഇതിവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, so the output will be like this. Enter a number to check odd or even. 32 കൊടുത്തു, 32 is an even number. Even another example, enter a number to check odd or even. 13 കൊടുത്തു, 13 is an odd number. Okay, so that's all. ഇനി ഫംഗ്ഷൻ്റെ കേസിൽ, ഫാക്ടോറിയലിൻ്റെ കേസിൽ, ഫാക്ടോറിയൽ യൂസിങ് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ അഗെയിൻ പ്രോട്ടോടൈപ്പ് ലോങ് ഇൻഡ് റിട്ടേൺ ചെയ്ത് വരുന്നു. ഒരു ഏതിൻ്റെയാണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് അത് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ലോങ്ങിൻ്റെ ഞാൻ ഒരു പരിധി വരെ കുറച്ച് ഹയർ നമ്പർ വരെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ്ങിൻ്റെ കൊടുക്കുന്നത്. ഓക്കെ, സോ ദെൻ എൻ്റർ എ നമ്പർ ടു ഫൈൻഡ് ഫാക്ടോറിയൽ. ഫാക്ടോറിയലിനെ ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് റീഡ് ചെയ്യുന്നു. ദെൻ ഫാക്ടോറിയൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ നമ്പറിനെ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് റിട്ടേൺ ചെയ്ത് വരുന്നത് ഞാൻ എഫിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഫാക്ടോറിയലിനെ ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. എഫ് എന്ന് പറയുന്നത് അവിടെ ലോങ് ഇൻഡാണ്. ലോങ് ഇൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ %LD നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ അത് ഫാക്ടോറിയൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നമ്പർ ഈസ് ഈക്വൽ ടു റിട്ടേൺ ചെയ്ത് കിട്ടിയ നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ ലോങ് ഇൻഡ് റിട്ടേൺ ചെയ്ത് വരുന്നു. ഫാക്ടോറിയൽ ഫംഗ്ഷൻ്റെ പേര് പാസ് ചെയ്ത് വരുന്നത് ഇൻറ്റിജർ. ദെൻ ലോങ് ഇൻഡ് അഗെയിൻ ഇവിടെയും ഞാൻ ഫാക്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത്രയും നമ്പറിനെ ഞാൻ പിന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ആ ഫാക്റ്റിനെ റിട്ടേൺ ചെയ്യുകയാണ്. ഫാക്ട് ഈസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. അത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ആ നമ്പർ ഉൾപ്പെടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതും മറന്നു പോകരുത്. 1-ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-ഉം അത് മറന്നു പോകരുത്. തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. i ഈസ് ഈക്വൽ ടു n, i ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുക. ഓക്കെ, i ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 കൊടുക്കരുത്. അപ്പം i ഈസ് ഈക്വൽ ടു n, i ഗ്രേറ്റർ ദാൻ 0, i മൈനസ് മൈനസ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ കൊടുക്കുക. അപ്പം അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് റിവേഴ്സ് ഓർഡറിലായിരിക്കും. n ഇൻറ്റു പിന്നെ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. എൻ്റർ എ നമ്പർ ടു ഫൈൻഡ് ഫാക്ടോറിയൽ. 5 കൊടുത്തു, ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് ഈക്വൽ ടു 120 എന്ന് പ്രിൻറ്റ് ചെയ്യും. അനദർ എക്സാമ്പിൾ, ഫൈൻഡ് ഫാക്ടോറിയൽ 12 കൊടുത്തു, ഫാക്ടോറിയൽ ഓഫ് 12 ഈസ് ഈക്വൽ ടു സച്ച് എ ബിഗ് നമ്പർ. ഓക്കെ, ഈ നമ്പർ കിട്ടുന്നത് ഈ ലോങ് ഇൻറ്റു കൊടുത്തത് കൊണ്ടാണ്. വെറും ഇൻറ്റിജറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 12-ലൊന്നും എത്തില്ല. ഓക്കെ, so we'll move forward. Sum of the numbers using function. അപ്പോൾ സം ഓഫ് ദ നമ്പേഴ്സ് അഗെയിൻ പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, പ്രോട്ടോടൈപ്പ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് പ്രോട്ടോടൈപ്പ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഏത് നമ്പർ വരെയാണ് എന്നുള്ളത് ഞാൻ റീഡ് ചെയ്തു. ആ ഫംഗ്ഷനെ കോൾ ചെയ്തു, ആ ലിമിറ്റ് ഞാൻ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തു. സം ചെയ്ത് കിട്ടുന്നതിനെ എനിക്ക് റിട്ടേൺ ചെയ്ത് വരുന്നതിന് ഞാൻ സമ്മിലേക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഇൻറ്റ് റിട്ടേൺ ചെയ്ത് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ നമ്പേഴ്സ് ടിൽ ദാറ്റ് പെർട്ടിക്കുലർ ലിമിറ്റ് ഈസ് റിട്ടേൺ ചെയ്ത് കിട്ടിയ നമ്പർ. അതാണ് എന്നും സമ്മും ഞാൻ ഇവിടെ കൊടുത്തു. അപ്പം ഫംഗ്ഷൻ്റെ കോള്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പം ദിസ് ഈസ് ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, സോ ഇവിടെ സമ്മ് ഞാൻ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു.
വേണമല്ലോ, അതെല്ലാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഗാർബേജ് വാല്യൂ അതിൻ്റെ അകത്തുണ്ടാവും. ആ സമ്മിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വരികയാണ്. അപ്പം അത് ആ ലിമിറ്റ് വരെയുള്ളത് എഗെയിൻ നമ്മൾ ഇവിടെ 1 തൊട്ട് നമ്പർ വരെയുള്ള നമ്പറാണ് ആഡ് ചെയ്യുന്നത്. 1 തൊട്ട് <= n അത് കൊടുക്കാൻ മറക്കരുത്. <= n ആ നമ്പർ വരെ നമ്മൾ സം ചെയ്യണം. i++. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i. ഓക്കെ, സം പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ആണ്. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i. അപ്പം അതിനെ ആഡ് ചെയ്ത് സമ്മിലേക്ക് നമുക്ക് ടോട്ടൽ സം കിട്ടുന്നു. ആ സമ്മിനെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ആ റിട്ടേൺ ചെയ്ത് വരുന്നത് ഈ സം ഇവിടെ വരും. ആ സമ്മിനെയാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, so the output will be like this. Enter the limit n, അത് 5 കൊടുത്തു. സം ഓഫ് ദ നമ്പേഴ്സ് still 5 is 15. ഓക്കെ, ഇങ്ങനെയായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് യൂസിങ് ഫങ്ഷൻ. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പം ഞാനിപ്പം ഈ ഫംഗ്ഷനെ ഞാൻ മുകളിൽ കൊടുത്തു, വേറൊരു വേരിയേഷൻ പോലെ ഫംഗ്ഷൻ മെയിനിന് മുകളിലേക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോട്ടോടൈപ്പിങ്ങിൻ്റെ ആവശ്യം ഇല്ല, നിർബന്ധമില്ല. ഓക്കെ, കാര്യം കമ്പൈലറിന് നേരത്തെ തന്നെ അറിയാം ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത്. ഈ കോള് കാണുമ്പോൾ തന്നെ കമ്പൈലറിന് അറിയാം ഇങ്ങനൊരു ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. സോ ദർ ഇസ് നോ നീഡ് ഫോർ അലേർട്ടിങ് ദ കമ്പൈലർ. സോ ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തു. അപ്പോൾ ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തേക്ക് പാരാമീറ്റർ പാസ് ചെയ്തു വന്നു. ഫോർമൽ ആർഗ്യുമെൻറ്റ് ഞാൻ i1 തൊട്ട് 0 അല്ല 1 തൊട്ട് n വരെ <= അതും കൊടുക്കാൻ മറക്കരുത്. കാര്യം നമ്മൾ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്, ഓരോ നമ്പറിനെയും ഡിവൈഡ് ചെയ്ത്. അപ്പോൾ 1 തൊട്ട് ആ നമ്പർ വരെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇഫ് n mod i is equal to 0, അപ്പം n-നെ ആ പർട്ടിക്കുലർ നമ്പറിനെ ഈ i വെച്ച് 1 തൊട്ട് n വരെയുള്ള ഓരോ നമ്പർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ് എങ്കിൽ അതൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നമ്പറിനെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഇട്ട് കൊടുത്തു. അതല്ല എങ്കിൽ അടുത്തടുത്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഒരു സ്പേസ് ഇട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, റിട്ടേൺ. പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് റിട്ടേൺ കൊടുത്തില്ല എങ്കിലും ഈ ബ്രാക്കറ്റ് കാണുമ്പോൾ റിട്ടേൺ ചെയ്തോളും, ഇത് നിർബന്ധമല്ല. ഓക്കെ, so void function main ഞാൻ enter the number to find factors. ആ നമ്പറിന് റീഡ് ചെയ്യുന്നു. ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ആർ എന്ന് പറഞ്ഞിട്ട് ആർ ഇവിടെ തെറ്റാണ് കേട്ടോ, ഈ കോമ n ഇല്ല. ഓക്കെ, ഈ കോമ n ഇല്ല. സോറി ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് n ആ നമ്പർ ആർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഫാക്ടേഴ്സ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യുന്നു. ഓക്കെ, സോ ദ എൻ്റർ ദി നമ്പർ ടു ഫൈൻഡ് ഫാക്ടേഴ്സ്. അപ്പോൾ 6 ഞാൻ കൊടുത്തു. അപ്പം ഫാക്ടേഴ്സ് ഓഫ് 6 ആർ, ഈ n എന്ന് പറയുന്നത് ഈ 6-നെ ഇവിടെ വരികയാണ്, ഈ n ഇവിടെ റീപ്ലേസ് ആവും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 6 ആർ 1 2 3 6 എന്നുള്ളത് ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോന്നിനെയും സ്പേസ് ഇട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഗ്യാപ്പ് വരുന്നത്. ആ സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ 1 2 3 6 എന്നുള്ള അടുപ്പിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ നമ്പറിനെയും ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അത് ഈക്വൽ 0 ആണ് എങ്കിൽ, അതായത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 0 ആയിരിക്കും വരിക, റിമൈൻഡർ 0 ആയിരിക്കും വരിക. അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓരോ നമ്പർ 1 2 3 4 5 ഇപ്പോൾ 6 വരെയുള്ള എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അത് ഫാക്ടറാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഫാക്ടേഴ്സ്. ഇനി പെർഫെക്റ്റ് നമ്പറിൻ്റെ ബൈ ഡെഫിനിഷൻ നമുക്കറിയാം. ആ ഫാക്ടേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ആ പർട്ടിക്കുലർ നമ്പർ ഒഴിച്ച്, ആ പർട്ടിക്കുലർ നമ്പറും ഫാക്ടർ ആയിരിക്കുമല്ലോ. ഒരു n എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടർ, ആ n എന്ന് പറയുന്ന നമ്പറും ഒരു ഫാക്ടറാണ്. ആ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ നമ്പർ കിട്ടുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. അപ്പം ഞാൻ ഇവിടെ മെയിന് മുകളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. സോ സം അഗെയിൻ ഇവിടെ കൂട്ടി നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സമ്മിനെ ഞാൻ 0 ആക്കി. 1 തൊട്ട് n/2 വരെ പോയി. എന്തുകൊണ്ട് n/2 വരെ പോയത്? n/2 വരെ പോയതിൻ്റെ അർത്ഥം =1 <= n/2, പകുതി വരെ പോയാൽ മതി. അപ്പോൾ നേരത്തെ 6-ൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 വരെ പോയാൽ മതി. 1 2 3/2 വരെ. 4 ഒരിക്കലും അതിൻ്റെ ഫാക്ടർ ആവില്ല, 5 ഒരിക്കലും, അതായത് പകുതിയിൽ കൂടുതൽ ഒരിക്കലും പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആവില്ല. ഓക്കെ, പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആവില്ല.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പകുതി വരെ പോയാൽ മതി. അതാണ് ഇത് പറഞ്ഞത്. ആ നമ്പർ വരെ പോകണം, അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം. 1 തൊട്ടേ പോകാൻ പാടുള്ളൂ, 0 വരരുത്. അപ്പോൾ 1 തൊട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 വരെ പോകാം. ഈ കേസിൽ നമ്മൾ n/2 ആക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആ നമ്പർ വേണ്ട, ആ ഫാക്ടർ, ആ പെർട്ടിക്കുലർ നമ്പറും ഫാക്ടറാണ്, n എന്ന് പറയുന്ന നമ്പറും ഫാക്ടറാണ്. പക്ഷെ ആ നമ്പറിനെ ആഡ് ചെയ്യേണ്ട, അതുകൊണ്ടാണ് n/2 വരെ പോയിരിക്കുന്നത്. അപ്പോൾ ഇഫ് n mod I is equal to 0, സം ഫാക്ടർ ആണെങ്കിൽ സമ്മിൽ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ അവസാനം ആകുമ്പോഴത്തേക്കും ആ സമ്മ് നമുക്ക് കിട്ടും. ആ സമ്മിനെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. ആ സമ്മിനെ റിട്ടേൺ ചെയ്യുന്നതിനെ ഞാൻ ഇവിടെ മെയിനിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം എൻ്റെ നമ്പർ ഏതിൻ്റെയാണ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് വന്നു. ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തു. ഫംഗ്ഷനിൽ പാസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ആ സമ്മാണ്. ആ സമ്മ് റിട്ടേൺ ചെയ്ത് വരുന്നത് ഞാൻ റിട്ടേൺ RETയിലേക്ക് എടുക്കുന്നു. ഓക്കെ, ആ തിരിച്ച് കിട്ടുന്ന നമ്പർ നമുക്ക് പെർഫെക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട നമ്പറും ഈക്വൽ ആണ്. പെർഫെക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന നമ്പരും സം ചെയ്തിരിക്കുന്ന നമ്പരും ഈക്വൽ ആണ് എങ്കിൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് നമ്പർ, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് നമ്പർ. അതാണ് എൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് enter a number to find whether perfect number. 496 is a perfect number. ഇതായിരിക്കും ഔട്ട്പുട്ട്. enter the number to find whether perfect number. 50 is not a perfect number. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് നോട്ട് എ പെർഫെക്റ്റ് നമ്പർ. ഓക്കെ, പ്രൈം നമ്പർ യൂസിങ് ഫംഗ്ഷൻ. സോ അതിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഫംഗ്ഷൻ നേരത്തെ എഴുതിയിരിക്കണം, പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അകത്ത് പ്രൈം കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ആ ഫ്ലാഗ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റിജർ. ഇനി ഏതിൻ്റെയാണ് പ്രൈം കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഫ്ലാഗ് ഞാനൊരു നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലോജിക്കാണ്. ഫ്ലാഗ് 0 ആക്കി ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 2 തൊട്ട് മതിയല്ലോ നമുക്ക് പകുതി വരെ. അത് പ്രൈം നമ്പർ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം ഡിവിസിബിൾ ആണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല, അവിടെ വെച്ച് നമുക്ക് തിരിച്ച് വരാം. ഓക്കെ, അപ്പം 2 തൊട്ട് നമ്മൾ n/2 പകുതി വരെ പോയാൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 2 തൊട്ട് n/2 വരെ പോവുക. എന്നിട്ട് ഓരോ നമ്പറെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ഫ്ലാഗ് ചേഞ്ച് ചെയ്യുക, ഫ്ലാഗ് 1 ആക്കുക. ആദ്യമേ ഞാൻ ഫ്ലാഗ് 0 ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് കയറിയാൽ മാത്രം ഫ്ലാഗ് 1 ആക്കി. അപ്പം അത് ഡിവിസിബിളായി, എവിടെയോ ഒരെണ്ണം ഡിവിസിബിളായി എന്നുള്ളതാണ്. അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഞാൻ പറഞ്ഞു പ്രൈം നമ്പർ അവിടെ വെച്ച് പ്രൈം നമ്പർ അല്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ, പ്രൈം നമ്പർ അല്ല എന്ന് ഉറപ്പിച്ച് ഞാൻ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നു. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടി. അപ്പം ഇത് നമ്മൾ കൊടുക്കാനുള്ള കാര്യം ചെറിയ നമ്പർ, വലിയ നമ്പേഴ്സും ഇതിൻ്റെ അകത്തേക്ക് വരും. വലിയ നമ്പർ വരുമ്പോൾ അത്രയും ചെയ്യണ്ടേ അല്ലേ? ഇപ്പം 10 lakh എന്ന് പറയുന്ന ഒരു നമ്പർ വരികയാണെങ്കിൽ 5 lakh വരെ ഇതിനകത്ത് ചെയ്യേണ്ടി വരും. അപ്പം അത്രയും എൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എവിടെയെങ്കിലും വെച്ചൊരു പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അവിടെ വെച്ച് അത് പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം പുറത്തേക്ക് ചാടുക, അപ്പം ബ്രേക്ക്. അപ്പോൾ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് പോകുന്നു. അപ്പം എനിവേ നോർമലി ഇത് കംപ്ലീറ്റ് ലൂപ്പും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും അല്ല, നോർമൽ കേസിലല്ലാതെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഈ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെന്ന് കണ്ട് ഫ്ലാഗ് 1 ആക്കിയാലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഫ്ലാഗിനെ തിരിച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. 0 എപ്പോഴാണ് റിട്ടേൺ ചെയ്യുന്നത്? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയില്ല എങ്കിൽ, അതായത് എവിടെയെങ്കിലും ഒരെണ്ണം ഡിവിസിബിൾ ആയില്ല എങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ആവുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് 1 വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രൈം അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം റിട്ടേൺ 0 ആണെങ്കിൽ ഇവിടെ കോൾ ചെയ്യുന്നിടത്ത് നമ്മൾ പ്രൈമിനെ കോൾ ചെയ്യുന്നു. അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഫ്ലാഗ് ഞാൻ RETയിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ RET 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രൈം നമ്പർ എന്നാണ്. 0 അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നോട്ട് എ പ്രൈം നമ്പർ എന്നാണ്. ഔട്ട്പുട്ട് number to find whether prime number 11 കൊടുത്തു, 11 is a prime number. 60 കൊടുത്തു, 60 is not a prime number. So that's all. അന്നത്തെ പ്രോഗ്രാംസ് ഇത്രയും നമുക്കുണ്ടായിരുന്നുള്ളൂ. നോക്കുക, കറക്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ കറക്റ്റ്